നമസ്കാരം. എല്ലാവർക്കും പത്തനംമാറ്റ് കഥയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസത്തെ കഥ ചുരുക്കി പറയുകയാണ്. അനാമിക നവിക്ക് കഴിക്കാനുള്ള പാലിൽ എന്തോ കെമിക്കൽ ചേർക്കുകയും അതറിയാതെ ദേവയാനി കുടിക്കുകയും പിന്നീട് അവർ ഹോസ്പിറ്റലിലാവുകയും ചെയ്യുകയാണ്. അതിനുശേഷം ദേവയാനിയെ രക്ഷിക്കാൻ മരുമകളായ നയന ബ്ലഡ് നൽകുകയും കരൾ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നയനയാണ് കരൾ നൽകിയതെന്ന് ദേവയാനിക്ക് അറിയുകയുമില്ല. അതേപോലെ ജലജയും ജാനകിയും അനാമികയും അഭിയും നയനയാണ് കരൾ നൽകിയതെന്ന് അറിയുന്നില്ല. ബാക്കി എല്ലാവരും ഈ വിവരം ദേവയാനിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. തനിക്ക് ഇഷ്ടമല്ലാത്ത മരുമകൾ നൽകിയ കരൾ കൊണ്ടാണ് താൻ ജീവിക്കുന്നതെന്നറിയുമ്പോൾ ദേവയാനി എങ്ങനെ പ്രതികരിക്കുക എന്നറിയാത്തതുകൊണ്ടാണ് നയനയും ആദർശും അച്ഛനും മുത്തശ്ശനും എല്ലാം ഈ വിവരം ദേവയാനിയിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്. പിന്നീട് ദേവയാനിയും നയനയും ഹോസ്പിറ്റലിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരുന്നു. അനി നയനയ്ക്ക് വേണ്ട മരുന്നുമായി പോകുമ്പോൾ അനാമികയും ജലജയും ജാനകിയും അനിയെ ഫോളോ ചെയ്യുകയും നയനയുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അനാമിക നയനയെ തള്ളിയിടുകയും നന്ദു അനാമികയെ തല്ലുകയൊക്കെ ചെയ്യുന്നു. ദേവയാനി കരൾ കൊടുത്ത പെൺകുട്ടിയെ അന്വേഷിക്കുന്നെങ്കിലും ആദർശും അനിയും അച്ഛനുമെല്ലാം ഒഴിഞ്ഞു മാറുന്നു. അനാമികയുടെ അച്ഛൻ്റെ ഗുണ്ടകൾ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ആദർശും അനിയും നന്ദനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ദേവയാനിയുടെ മനസ്സിൽ ഇങ്ങനെ സംശയമെല്ലാം കൂടി വരികയാണ്. കരൾ നൽകിയ പെൺകുട്ടി ആരെന്നറിയാൻ അവർ ഡോക്ടറുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഒഴിഞ്ഞു മാറുക. പിന്നെ മുറിയിൽ നിന്ന് കിട്ടിയ മരുന്നും ഡോക്യുമെൻസൊക്കെ വെച്ച് ദേവയാനി നയനയാ കരൾ നൽകിയെന്ന് മനസ്സിലാക്കുകയും ഒരു നഴ്സിൽ നിന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സത്യം മനസ്സിലാക്കി ദേവയാനി നയനയെ തിരിച്ചു കൊണ്ടുവരുന്നു. താൻ സത്യമറിഞ്ഞെന്ന് ദേവയാനി ആരോടും പറയുന്നുമില്ല. പകരം ആദർശിന് വേണ്ടിയാണ് നയനയെ കൊണ്ടുവന്നതെന്ന് എല്ലാവരോടും പറയുന്നു. ആദർശിൻ്റെ സങ്കടം കണ്ടാണ്. അതുപോലെ മുത്തശ്ശനും നയനയെ കാണാൻ വലിയ ആഗ്രഹമാണ്. വീട്ടിലെല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് താൻ കൊണ്ടുവന്നതെന്ന് ജലജയോടും ജാനകിയോടും അനാമികയോടും എല്ലാം ദേവയാനി പറയുന്നത്. അവർക്കാർക്കും ഇവർ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആരും പറയുന്നില്ല. ദേവയാനി ആരെയും പിണക്കാതെ രഹസ്യമായി മരുമകളെ അങ്ങനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. അതുപോലെ ആദർശും നയനയും ഒരു ട്രിപ്പിന് പോകുമ്പോൾ ഇപ്രാവശ്യം ദേവയാനി അവരെ എതിർത്തൊന്നും പറയുന്നില്ല. മാത്രമല്ല വളരെ സന്തോഷപൂർവ്വം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർക്കാർക്കും അറിയില്ല ദേവയാനി സത്യം മനസ്സിലാക്കിയെന്നുള്ള കാര്യം. ദേവയാനിയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളും അങ്ങനെ നടക്കുന്നുണ്ട്. നയനയെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായിട്ട് ജോലി ചെയ്യാൻ അവരിപ്പോൾ താല്പര്യപ്പെട്ടു. അതിനിടയിൽ കരൾ നൽകിയ പെൺകുട്ടിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാൻ ദേവയാനി ആഗ്രഹിക്കുന്നുണ്ടെന്നറിഞ്ഞ ജലജയും അഭിയും ഈ പൈസ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു. അഭി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി ദേവയാനിയുടെ മുന്നിലെത്തിക്കുകയാണ്. അഭിയുടെ നാടകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവയാനി മുൻപോട്ട് പോവുകയാണ്. അഭി അമ്മായിയെയും കൂട്ടി ശരണ്യയുടെ വീട്ടിലെത്തുന്നു. ശരണ്യയ്ക്ക് ചെക്കൊക്കെ നൽകുകയാണ് 50 ലക്ഷത്തിൻ്റെ. വളരെ നല്ല കുട്ടിയാണ് ശരണ്യയെന്നും വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടിയാണെന്നുമെല്ലാം അഭി ദേവയാനിയോട് പറയുന്നുണ്ട്. 50 ലക്ഷത്തിൻ്റെ ചെക്ക് ദേവയാനി അവൾക്ക് കൊടുക്കുന്നതോട് വെച്ച് അതിനുശേഷം അഭിയും ശരണ്യയും പിന്നീട് ബാങ്കിലെത്തുകയും ചെക്ക് മാറാൻ വേണ്ടി ക്യാഷ് ആക്കുന്നതിന് വേണ്ടി ക്യാഷ് എടുക്കുന്നതിന് വേണ്ടി ബാങ്കിലെത്തുകയും ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ശരണ്യയെ ബാങ്ക് ജീവനക്കാർ തിരിച്ചയക്കുന്നു. അഭിയും ശരണ്യയും സംസാരിച്ച് നിൽക്കുമ്പോൾ പോലീസ് എത്തുകയും അവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ സമയം ദേവയാനിയും സ്റ്റേഷനിലെത്തുകയാണ്. തുടർന്നുള്ള എപ്പിസോഡിലെ കഥ അടുത്ത ദിവസങ്ങളിലായി പറഞ്ഞു തരാം. എല്ലാവർക്കും കഥ പറച്ചിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.